കളമശ്ശേരിയിലെ സ്വകാര്യ സ്കൂളിലെ 3 കുട്ടികൾക്ക് വൈറൽ മെനഞ്ചിസ്റ്റ് സ്ഥിരീകരിച്ചുവെന്ന പ്രിൻസിപ്പൽ. 5 കുട്ടികൾ രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. 7-8 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ചികിത്സ നേടിയത്. ഒരാഴ്ചത്തേക്ക് സ്കൂൾ താൽക്കാലികമായി അടച്ചുവെന്ന് പ്രിൻസിപ്പൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പ്രതികരണം പറഞ്ഞല്ലോ, ഇവിടെ അങ്ങനെ നിലവിലെ ആശങ്കകളൊന്നും ഇവിടെ സ്കൂൾ അധികൃതർ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചപ്പോൾ അവരൊന്നും പറയുന്നില്ല. ഇവിടുത്തെ വെള്ളം നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെയും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെയും കുട്ടികൾക്കാണ് ഈ സിംറ്റംസ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പരിശോധന എല്ലാം നടത്തിയിട്ടുണ്ട്. അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും നിലവിലൊന്നും പറയുന്നില്ല. അപ്പോൾ കൂടുതൽ പാനിക് ഇവിടെ പാരൻസിനെ ആണെങ്കിലും കുട്ടികളെ ആണെങ്കിലും കൂടുതൽ പാനിക് ആകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റു കുട്ടികളിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ആരോഗ്യവകുപ്പിന്റെ കൂടി നിർദ്ദേശപ്രകാരം സ്കൂൾ അടച്ചിരിക്കുന്നത്. സ്കൂളിന്റെ പ്രിൻസിപ്പൽ സുനിത മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. നമുക്ക് ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൺഡേ, ദാറ്റ് ഇസ് 10th മാർച്ചിനാണ് ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൺഫേംഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തു. മൺഡേ ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു, എക്സാം ഡേ ആയിരുന്നു. അതിനുശേഷം ട്യൂസ്ഡേ 11th മാർച്ച് വർക്കിംഗ് ഡേ അല്ലായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ച് പേരൻസ് റിപ്പോർട്ട് ചെയ്തു അവരുടെ കുട്ടികൾക്കും സിമിലർ ആയിട്ടുള്ള സിംറ്റംസ് കാണുന്നുണ്ടെന്ന്. അതിനുശേഷം 1-2 പേരൻസും കൂടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മളൊരു ജനറൽ അഡ്വൈസറി അയച്ചായിരുന്നു. ഇങ്ങനത്തെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവർ സ്കൂളിലേക്ക് അയക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തായിരുന്നു. പിന്നീട് ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു. അവരുടെ നിർദ്ദേശപ്രകാരം 2-3 ദിവസത്തേക്ക് നമ്മൾ സ്കൂൾ താൽക്കാലികമായിട്ട് അടയ്ക്കാൻ തീരുമാനിച്ചു. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? രക്ഷിതാക്കൾ പറയുന്നുണ്ടോ? ഇപ്പം നിലവിൽ നമുക്ക് 3 കൺഫേംഡ് കേസസ് ആണുള്ളത്. അതുകൂടാതെ ഇതുപോലത്തെ സിംറ്റംസ് ഉണ്ടെന്ന് പേരൻസിൻ്റെ ഇടയിൽ കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു ആശങ്കയാണ്. അതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. അതെ, തൽക്കാലം ഇപ്പം നമുക്ക് 2ാം ക്ലാസ്സിലെ കുട്ടികളിൽ നിന്നാണ് നമുക്ക് കൺഫേംഡ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. എന്തെങ്കിലും സാധ്യതകൾ പറയുന്നുണ്ടോ? വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ആളുകളിൽ നിന്നോ വന്നതാന്നുള്ള പ്രത്യേകിച്ച് സാധ്യതകളൊന്നും അങ്ങനെ പറയുന്നില്ല. അവരും അന്വേഷിക്കുകയാണ്. ഞങ്ങളും പല കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയും കോറിലേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുകയാണ്. കുടിവെള്ളത്തിൻ്റെ ഒക്കെ സാമ്പിളുകൾ എടുത്ത് പോയിട്ടുണ്ടല്ലേ ആരോഗ്യവകുപ്പ്? അതെ, അവർ എല്ലാം അവരുടെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഞങ്ങൾ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ഞങ്ങൾ കോറിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ആദ്യം ഇൻഫെക്റ്റഡ് ആയ കുട്ടികളുടെ കൂടെ ഇരുന്ന കുട്ടികളും യാത്ര ചെയ്ത കുട്ടികളുമാണ് പിന്നീട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്പ്രെഡ് ആയിരിക്കാം ഇതിൻ്റെ പിറകിലുള്ള കോസ്. പേരൻസ് അലേർട്ട് ആവുക, ഇതുപോലത്തെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് മെഡിക്കൽ ഹെൽപ്പ് തേടുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ഞങ്ങളെ നിർദ്ദേശിച്ചിട്ടുള്ളൂ. ജാഗ്രത, മുൻകരുതൽ ഇത് സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.